ഇതാണ് ZK-TV21 ക്ലാസ് ഡി ആംപ്ലിഫയർ. ഇത് നമുക്ക് 12 വോൾട്ട് DC തൊട്ട് 24 വോൾട്ട് DC വരെ കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെയാണ് സബ് വൂഫർ കണക്ട് ചെയ്യുന്നത്. ഇവിടെ 2 സ്പീക്കർ ഒരു ചാനൽ 50 വാട്ട്സാണ്. സബ് വൂഫർ 100 വാട്ട്സാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൂഫർ സ്പീക്കറൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ USB ഉണ്ട്, ഓക്സ് ഇൻപുട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. ഇത്ര ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് 8 ഇഞ്ച് സൈസ് വരുന്ന ഒരു സബ് വൂഫറാണ്. ഇതിൻ്റെ RMS പവർ ഞാൻ കാണിച്ചുതരാം. 120 വാട്ട്സ് RMS ആണ് ഇതിന് വരുന്നത്. 120 വാട്ട്സ് RMS വരെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. 4 ohms. പീക്ക് പവറാണ് 250 വാട്ട്സ്. ഇത് സിംഗിൾ മാഗ്നറ്റ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്യുവൽ മാഗ്നറ്റ് ഉള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംപ്ലിഫയറിന് കംപ്ലൈൻറ്റ് വരും. നമുക്ക് 10 ഇഞ്ച് സൈസ് വരെ ഉപയോഗിക്കാം, പക്ഷേ 100 വാട്ട്സ് ആയിരിക്കണം. അല്ലെങ്കിൽ മാക്സിമം RMS 120 വാട്ട്സ് RMS ആയിരിക്കണം. ഇത് 8 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ്. പിന്നെ വരുന്നത് 6 ഇഞ്ചിൻ്റെ സബ് വൂഫർ വരുന്നുണ്ട്. ഇതൊരു പേപ്പർ മെറ്റീരിയൽ പോലത്തെയാണ്. ഇത് ഫൈബർ പോലത്തെ മെറ്റീരിയലാണ്. ഇതിലാണ് സൗണ്ട് ക്വാളിറ്റി കൂടുതൽ. ഇതിന് അല്പം പ്രൈസും കൂടുതലാണ് വരുന്നുണ്ട്. 1650 രൂപ ഇതിന് പ്രൈസ് വരുന്നുണ്ട്. ഇത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അല്ല, സിലിണ്ടർ ഇതുപോലുള്ള ബോക്സിനകത്ത് വല്ല ഫിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന സൗണ്ട് ക്വാളിറ്റി കിട്ടത്തുള്ളൂ. വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സ്പീക്കറാണേലും ബൂഫറാണേലും അതിനകത്ത് വെക്കണം. ഇതാണ് ബൂഫർ വരുന്നത്. അപ്പോൾ ഇത് 6 ഇഞ്ചിൻ്റെ ബൂഫറാണ്. ഇത് കറക്റ്റ് സൈസാണ്, ഒരു കുഴപ്പമില്ല. ഇതിലും ചെറിയ സബ് ബൂഫർ കൊടുക്കുകയാണെങ്കിൽ വോളിയം കൂട്ടുമ്പോൾ പതറിച്ച് വരും. ഈ പറയുന്ന വാട്ട്സ് കൃത്യമല്ലായിരിക്കും. ചില ഐബെൽ, ഇൻഡെക്സ് പോലുള്ള കമ്പനികളുടെ വാട്ട്സ് ഒന്നും ചിലപ്പം കൃത്യമായിരിക്കത്തില്ല. അപ്പോൾ സൈസ് കുറവാണെങ്കിൽ വോളിയം കൂട്ടുമ്പോൾ പതറിച്ച് വരും. നമുക്ക് വേണമെങ്കിൽ ബൂഫർ ഉപയോഗിക്കാം. സ്പീക്കർ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ബൂഫർ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് 40 വാട്ട്സിൻ്റെ ടൊയോട്ടോൻ്റെ ബൂഫറാണ്. സബ് ബൂഫറല്ല, ബൂഫറാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സ്പീക്കർ ഇത് ടൊയോട്ടോൻ്റെ 6 ഇഞ്ച് സൈസുള്ള 20 വാട്ട്സ് വരുന്ന സ്പീക്കറാണ്. ഇതിന് പ്രൈസ് വളരെ കുറവാണ്. അപ്പോൾ അതല്ല, കുറച്ചുകൂടെ 8 ഇഞ്ചിന് സൈസുള്ള സ്പീക്കറാണ്. ഇത് ടൊയോട്ടോൻ്റെ 40 വാട്ട്സാണ്. ഈ സ്പീക്കറും സബ് വൂഫറും ഒക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ സേഫായിട്ട് ഉപയോഗിക്കാവുന്നത്. ഇതിൽ കൂടിയ വാട്ട്സ് ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫയർ ഉറപ്പായിട്ടും കംപ്ലൈൻ്റ് ആവും. ഇനി എൻ്റെ പവർ സപ്ലൈയെ പറ്റി പറയാം. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യാൻ മതി. ഇത് 12 വോൾട്ട് 2 ആംപിയറാണ്. ഏറ്റവും കുറഞ്ഞ പവറാണിത്. 2 ആംപിയറാണ് ഏറ്റവും മിനിമം വേണ്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് പൈസ മുടക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം. 200-250 രൂപയ്ക്കുള്ളിൽ ഈ സാധനം കിട്ടും. ഇത് ഏറ്റവും കുറഞ്ഞ പവറാണ് 2 ആംപിയർ പറയുന്നത്. അതല്ല, കുറച്ചുകൂടി പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടണമെങ്കിൽ മാത്രം ഇതുപോലുള്ള പവർ സപ്ലൈ യൂസ് ചെയ്യാം. ഇത് 12 വോൾട്ട് 20 ആംപിയർ, 50 ആംപിയർ, അങ്ങനെ പല ആംപിയർ വരുന്നുണ്ട്. 5 ആംപിയർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 24 വോൾട്ടൊക്കെ കണക്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള പവർ സപ്ലൈക്കൊക്കെ നല്ല പ്രൈസ് ഉണ്ട്. 500 രൂപയ്ക്ക് മുകളിലാണ്. 15 വാട്ട്സോ 19 വാട്ട്സോ ഒക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ 19 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം. ലാപ്ടോപ്പിൻ്റെ ഒക്കെ ചാർജറാണത്. അപ്പോൾ ഇത് 19 വോൾട്ട് അഡാപ്റ്ററാണ്. ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്. ഇത് ലെനോവയുടെ ഒരു അഡാപ്റ്ററാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനറ്റത്തെ പിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ യൂസ് ചെയ്യാം. പഴയതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പം ഇതിൽ നമ്മൾ സ്പീക്കർ സബ് വൂഫറൊക്കെ കണക്ട് ചെയ്യുമ്പം നല്ല ടൈറ്റായിട്ട് കണക്ട് ചെയ്യാൻ, ലൂസ് കണക്ഷൻ വരാൻ പാടില്ല. അതുപോലെ സ്പീക്കറൊക്കെ സോൾഡർ ചെയ്ത് തന്നെ കൊടുക്കണം. ഉറപ്പായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറും വൂഫറും മാത്രം യൂസ് ചെയ്യണം. പഴയതൊന്നും ഉപയോഗിക്കല്ലേ, കംപ്ലൈൻറ്റ് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.